KPCC യോഗത്തിൽ നേതാക്കൾക്ക് വിമർശനം. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നേതാക്കൾ മിതത്വം പാലിക്കണം. ചില നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടാകുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിന്റേത് എന്ന പേരിൽ പട്ടിക പ്രചരിക്കുകയാണ്. അതിന് പിന്നിൽ ഏത് ശക്തികളാണ് എന്ന് കണ്ടെത്തണം. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഒരുക്കിയ മിഷൻ 25 പദ്ധതിക്ക് പ്രതീക്ഷിച്ച വേഗത ഇല്ലെന്നും വിമർശനം ഉയർന്നു. എൻ ശക്തനാണ് വിമർശനം ഉന്നയിച്ചത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് പ്രശാന്ത് ശങ്കരമംഗലത്താണ്. പ്രശാന്ത്, വിവരങ്ങൾ. രാഖി, ഇന്ന് ചേർന്ന KPCC നേതൃയോഗത്തിലാണ് നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനമുണ്ടാകുന്നത്. നമുക്കറിയാം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ നേതാക്കൾ തമ്മിലുണ്ടായ പരസ്പരം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, അതായത് ഈ ക്യാപ്റ്റൻ സ്ഥാനത്തെ ചൊല്ലിയുള്ള പരാമർശങ്ങളും അത് വലിയ വിവാദങ്ങൾക്കിടയാക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്തു. സമാനമായ രീതിയിൽ നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ഇത്തരം പരാമർശങ്ങളെല്ലാം ഈ ഇന്നത്തെ നേതൃയോഗത്തിൽ ചർച്ചയായി. അതോടൊപ്പം തന്നെ അതിൽ രൂക്ഷമായ വിമർശനങ്ങളുണ്ടായി. നേതാക്കൾ പാലിക്കേണ്ട ആ മിതത്വം ഇക്കാര്യത്തിൽ പാലിച്ചില്ല, ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ വിമർശനമായിട്ട് ഉന്നയിക്കുന്നത്. മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമായി ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായിട്ട് മിഷൻ 25 എന്ന രീതിയിൽ ഒരു പദ്ധതി പ്ലാൻ ചെയ്തിരുന്നു. അതായത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം വോട്ടോടുകൂടി അല്ലെങ്കിൽ പിടിച്ചെടുക്കുക എന്നതടക്കമുള്ള ആ വിഷയത്തിലായിരുന്നു ഈ മിഷൻ 25 എങ്കിൽ അതിന് കാര്യമായ വേഗതയില്ല, അല്ലെങ്കിൽ ആ പദ്ധതികൾ വേഗത്തിൽ നീങ്ങുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളുണ്ടായി. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ നേതൃയോഗത്തിലെ അസ്വാരസ്യങ്ങൾ. നമുക്കറിയാം, എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും സമാനമായ രീതിയിൽ ഉണ്ടാകും. ഒരു നേതാവ് പറയുമ്പോൾ അതനുസരിക്കുന്നൊരു പ്രവണത ഈ കോൺഗ്രസിൽ നിലനിൽക്കില്ല. ജനാധിപത്യ സ്വഭാവം എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സർവ്വസാധാരണമാണ്. ഒരു നേതാവ് പറയും, അത് മറ്റൊരാൾ കേൾക്കും. അങ്ങനൊരു പ്രവണത എന്തായാലും കോൺഗ്രസിലില്ല. സമാനമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു ഇപ്പോഴും ഉണ്ടായത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വന്നതിന് കൂടി പിന്നാലെയും ഇത്തരത്തിലുള്ള ഈ ചില അസ്വാരസ്യങ്ങൾ നേതാക്കളുടെ ഭാഗത്തുണ്ടായി. ഈ വിഷയങ്ങളെല്ലാം ഇന്ന് ചേർന്ന നേതൃയോഗത്തിൽ ചർച്ചയാകുകയും അതിൽ നേതാക്കൾക്ക് എതിരെ പേരെടുത്ത് പറയുന്നെങ്കിൽ പോലും നേതാക്കൾക്കെതിരെ രൂക്ഷമായൊരു വിമർശനം ഉണ്ടാകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ, അതായത് ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. ഇതിനോട് മുന്നോടിയായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ പാളിച്ചകളുണ്ട് എന്നടക്കമുള്ള രീതിയിലാണ് വിമർശനങ്ങൾ ഉയരുന്നത്. അതോടൊപ്പം തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പേരിൽ ചില നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില പട്ടികകൾ തയ്യാറാക്കി നേതാക്കളുടെ പട്ടികകൾ പുറത്തു വന്നിരുന്നു. ഇത് ആരുടെ എന്നതിൽ കൃത്യമായ വ്യക്തതയില്ല. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ, അതായത് പട്ടികയിൽ നിന്നും PC വിഷ്ണുനാഥിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെയൊക്കെ പേരുകളുണ്ട്. തൻ്റെ പേര് ഒഴിവാക്കി എന്ന രീതിയിലുള്ള പരാമർശം KPCC അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്നു. തമാശ രൂപേണയാണെങ്കിൽ പോലും ഇതിനെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹവും പറഞ്ഞിരുന്നു. കാരണം അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ നേതാക്കൾക്കിടയിൽ ഇപ്പോഴും ചില ഗ്രൂപ്പ് വിഷയങ്ങൾ, തമ്മിൽ തല്ല്, പോര്, ഇതെല്ലാം നിലനിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയങ്ങളിലാണ് ഇന്ന് ചേർന്ന KPCC നേതൃത്വത്തിൽ ചർച്ചയായതും അതോടൊപ്പം തന്നെ വിമർശനങ്ങൾ ഉയർന്നു വന്നതും. KPCC യോഗത്തിൽ നേതാക്കൾക്ക് രൂക്ഷ വിമർശനം എന്ന വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് വിശദമായ റിപ്പോർട്ട് ചെയ്തത്.